ലോകത്തില്ലാത്ത അത്രയും തരികിട കാണിച്ചാണ് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചതെന്ന് ഇടതുപക്ഷം അന്നേ പറഞ്ഞ കാര്യമാണ്. ആ വാദങ്ങൾ ശരിവെക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തൃശൂരിൽ ജയിക്കാൻ 11 വോട്ടുകളാണ് സുരേഷ് ഗോപി സ്വന്തം കുടുംബത്തിൽ നിന്നും അങ്ങോട്ടേക്ക് മാറ്റിയത്. എന്നാൽ ആ സുരേഷ് ഗോപി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നാണ് വോട്ട് ചെയ്തത്. അതായത് തോന്നും പോലെ തോന്നിടത്ത് വോട്ട് ചെയ്യാൻ സുരേഷ് ഗോപിക്ക് ഒരു മടിയുമില്ല. ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിലാണ് സ്വന്തം കുടുംബത്തിലെ വോട്ടുകൾ സുരേഷ് ഗോപി തൃശൂരിൽ ചേർത്തത്. എന്നാൽ ആ വീട്ടിലെ താമസക്കാർ ഇപ്പോൾ അവരല്ല. എന്നുവെച്ചാൽ തൃശൂരിൽ ജയിക്കാൻ മാത്രമുള്ള വോട്ട് BJPക്ക് ഇല്ല. അതുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടർമാരെ അടക്കം കൊണ്ടുവന്ന് അവിടെ ചേർത്ത് സീറ്റ് പിടിക്കുക. ഇതായിരുന്നു BJPയുടെ തന്ത്രം. ഒരു മണ്ഡലത്തിൽ വോട്ട് ചേർക്കണമെങ്കിൽ ചുരുങ്ങിയത് 6 മാസമെങ്കിലും മണ്ഡലത്തിൽ സ്ഥിരതാമസം ഉണ്ടായിരിക്കണം. എന്നാൽ തൃശൂരിൽ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിരുന്നു BJP എന്ന് രാഷ്ട്രീയ പാർട്ടികൾ അന്നേ പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാദങ്ങളൊന്നും തന്നെ കേൾക്കാൻ പോലും പിന്നീട് തയ്യാറായിരുന്നില്ല. ഇനി അറിയേണ്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എവിടെ വോട്ട് ചെയ്യും എന്നുള്ളതാണ്.